ഹായ് ഹലോ ഹലോ ഹലോ. ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചേർത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്ന് അമ്മമ്മയുടെ മകളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അവിടെ ഞാനൊന്ന് ഗെറ്റ് റെഡിക്ക് ആയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനാണ് കേട്ടോ. അപ്പൊ പേഷ്യന്റിനെ എവിടെ എത്തിയിട്ടാണ് ഞാൻ പുറത്ത് ഇറങ്ങുന്നത്. ഇത് ഇന്നത്തെ തന്നെ വീഡിയോ ആണ് കേട്ടോ. അപ്പോ ഇന്ന് എടുത്തിട്ട് ചിലപ്പോൾ നാളെ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ഷെൽഫും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഗെറ്റ് റെഡി ആയി സുന്ദരിയായിട്ട് പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പൊ അവള് പറഞ്ഞു പുറത്ത് പോയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെന്ന്. അപ്പൊ ഇത് ഞങ്ങളുടെ വീടല്ല കേട്ടോ. ഞാൻ ജോലി ചെയ്യുന്ന അവിടെ അല്ല, ഇത് അമ്മയുടെ മകളുടെ വീടാണ് കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ അവളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന അതാണ് കേട്ടോ. ആ ഗോവണിയുടെ അവിടെ സൈഡിൽ തന്നെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇവിടെയൊക്കെ നല്ല രസമാണ് കേട്ടോ. ഞങ്ങളുടെ താമസിക്കുന്ന ഏരിയയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഡോറും, ഞങ്ങളുടെ അവിടെ ഡോറും അങ്ങനെ ഇല്ലല്ലോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. അപ്പൊ നമ്മുടെ വീട്ടിലെ ഡോറല്ലേ ഉള്ളൂ. ഇതങ്ങനെയല്ല, ഇവിടെ നമ്പർ നമ്മൾ ടച്ച് ചെയ്യണം, എന്നാൽ മാത്രമാണ് നമുക്ക് ഇത് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. അപ്പൊ നല്ല രസമാണ്. ഇപ്പൊ ഇത് നേരെ കാണുന്നത് വാതിലാണ്, പക്ഷെ നമ്മൾ അതുവഴി ഇറങ്ങത്തില്ല കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതുവഴി വന്നപ്പോ നമ്മളിപ്പോ പച്ചപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് മലയാളികൾക്ക് ഭയങ്കര ഒരു വികാരല്ലേ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അവിടെയൊക്കെ നല്ല ഭംഗിയാണ്. ഈ ഒരു വീഡിയോ ഒത്തിരി നീട്ടാണ്, എന്നാലും നല്ല ഭംഗിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഞാന് പോകുന്ന വഴി ഇപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോ അവിടെ നിന്ന് ഇറങ്ങുമ്പോലെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ വീഡിയോ എടുത്തിറങ്ങാം എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച വാതിലൂടെ അല്ല ഇറങ്ങുന്നത്. നമ്മളിപ്പോ ഇപ്പുറത്ത് കുറച്ചും കൂടെ തുറന്നിട്ടുള്ള വാതിലുണ്ട്, അപ്പൊ അതുവഴിയാണ് നമുക്ക് ഇറങ്ങുന്നത് കേട്ടോ. അപ്പൊ വരുമ്പോ തന്നെ നല്ല പാർക്കും പച്ചപ്പ്, ഇവിടെ ഫുള്ള് ഇങ്ങനെ നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇന്ന് സൂപ്പറിൽ പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം, അതിന്റെ ഒരു യാത്രയാണ് കേട്ടോ. ഈ ഒരു സംഭവം കാണുന്നത് കേട്ടോ, ഈ ഒരു വലിയൊരു ബിൽഡിങ്. അവിടെ നമ്മുടെ നാട്ടിലെ ബത്താവൂത്ത്, ഇവിടെ ബത്താവൂത്ത് എന്ന് പറയും, നമ്മുടെ നാട്ടിലെ വൃദ്ധസദനം എന്ന് പറയത്തില്ലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. അത് ഓൾഡ് ഏജ് ഹോം, ആ ഒരു ഓൾഡ് ഏജ് ഹോമാണത്. അതിന്റെ ചുറ്റും ഫുള്ള് പാർക്കാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. വൈകുന്നേരങ്ങളിൽ അവിടെ നിന്ന് ഉള്ള നമ്മളുടെ കെയർ ടേക്കറായിട്ട് ജോലി ചെയ്യുന്ന, എന്നെ പോലെ കെയർ ടേക്കറായിട്ട് ജോലി ചെയ്യുന്ന അവരൊക്കെ പേഷ്യൻസിനെയൊക്കെ കൊണ്ട് അവിടെ ഇരിക്കാറുണ്ട് കേട്ടോ പാർക്കിൽ. അപ്പൊ ഞാൻ ഇവിടെ സൂപ്പറിൽ വരാമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞാനത് ഒന്ന് എന്തുവാണ് എന്താ പറയാ, ഇപ്പൊ ഞാൻ സൂപ്പറിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ കാണിച്ചതൊരു കഫേ ആണ് കേട്ടോ. സാൻഡ്വിച്ച് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു കഫേയാണ്. അതിനകത്തേക്ക് കയറാൻ അനുവാദം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല. ജസ്റ്റ് ഒരു സീനാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞാനിങ്ങനെ പുറത്തുനിന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അപ്പൊ അതിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ തുണിക്കടകളും ഒക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ. ഈ ഒരു ചെറിയ തഹാന പോലെ അല്ല, തഹാനയിൽ പോകുമ്പോൾ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെയാണ്. ഇത് പിന്നെ സൂപ്പറിൽ ഞാൻ എപ്പോഴും സൂപ്പർ സൂപ്പർ എന്ന് പറയും. സൂപ്പർ മീൻസ് സൂപ്പർ മാർക്കറ്റ്, അതാണ് ഇവിടെ കേട്ടോ. അത് വരുന്നത് ഈ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ഞാൻ എപ്പോഴും വരാറ് സാധനങ്ങൾ മേടിക്കാൻ. ഒന്നുകിൽ ഞാൻ വരും, അല്ലെങ്കിൽ മകള് മേടിച്ചിട്ട് പിന്നെ ആളുകൾ ഇവിടെ വീട്ടിൽ കൊണ്ടുതരാറാണ് പതിവ് കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ സൂപ്പറിൽ വന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള തിങ്സ് മേടിക്കാനുണ്ട്. പച്ചമുളക് ഞാൻ മേടിച്ചായിരുന്നു. അപ്പൊ ഞാൻ അവസാനം ഞാൻ കാണിക്കാം എന്താ ഞാൻ മേടിച്ചത് എന്നുള്ളത്. പിന്നെ ഇത് കുഞ്ഞു തക്കാളി ഇല്ലേ, ഈ ചെറി മാതിരി ഇരിക്കുന്ന കുഞ്ഞു തക്കാളി, അത് പല പല ബ്രാൻഡിന്റെ ആണ്, എല്ലാം ഇവിടുത്തെ തന്നെയാണ്. പിന്നെ പല പല ആൾക്കാർ ഇങ്ങനെ ഇറക്കുന്ന, അങ്ങനെ അതിന്റെ റേറ്റ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ മേലെ ഈ മുളകാണ് കേട്ടോ, ഈ പച്ചമുളകിന്റെ തന്നെ ഉണക്കിയത് കേട്ടോ. അത് വലുത് നല്ല വലിപ്പമാണ്, പക്ഷെ ഇത് അത്ര എരിവൊന്നുമില്ല കേട്ടോ. വലിപ്പം മാത്രമേ ഉള്ളൂ, ഒരുപാട് എരിവൊന്നുമില്ല. പിന്നെ പലതരം ജ്യൂസുകള് ജസ്റ്റ് ഞാനിങ്ങനെ കാണിക്കുകയാണ്. എൻ്റെ ട്രാവൽ വ്ളോഗും അതുപോലെ ഷോപ്പിംഗ് വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു സീക്രട്ട് ഉണ്ട് കേട്ടോ. ഈ ഒരു കത്തിരിക്ക കണ്ടോ, ഇത് നമുക്ക് എവിടെ നിന്ന് വന്നയാന്ന് പറഞ്ഞാല് നമ്മുടെ രാജ്യമായ സ്വന്തം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്ന സാധനങ്ങളാണ് ഈ സംഭവം. ഈ ചെറിയ കത്തിരിക്കയും ഈ വെള്ളരിക്കയും ഈ കത്തിരിക്കയും ഇവിടെ കിട്ടില്ല കേട്ടാ. ഇവിടെ കിട്ടുന്നത് ഇതുപോലെ കുക്കുംബർ മാത്രമാണ് കിട്ടുന്നത്. ഇതുപോലെ വെള്ളരിക്ക കിട്ടാറില്ല.
അത് ഇന്ത്യയിൽ നിന്ന് വന്നതായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇവിടത്തെ കത്തിരിക്ക എന്ന് പറയുന്നത് വലിയ കത്തിരിക്കയാണ്, ഞാൻ കാണിച്ചിട്ടില്ലേ, വമ്പൻ കത്തിരിക്കയാണത്. അപ്പോ ഇവിടെ ഇത്ര വലിപ്പമൊന്നും അല്ല കേട്ടോ, ഇതിനേക്കാൾ വലിപ്പമുള്ള കത്തിരിക്ക ഉണ്ട്. ഇനിയിപ്പോ ഞാൻ കാണിക്കുന്നത് നമ്മൾ സാൻഡ്വിച്ച് ഞാൻ ഉണ്ടാക്കിയില്ലായിരുന്നു, നിങ്ങളൊരു സാൻഡ്വിച്ചിന്റെ വീഡിയോ ഇട്ടില്ലായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു സാൻഡ്വിച്ചിന്റെ ആ ഒരു ബന്നാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ബന്നിന്റെ തന്നെ പലതരം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കരുതി അതൊന്ന് കാണിക്കാമെന്നുള്ളത്. വലിപ്പത്തില്, വട്ടത്തില്, പല 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 ഷേപ്പിലും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അത്രയും ആകാംക്ഷയോട് കൂടി തന്നെ ഞാനും ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണിത്. ഞാൻ എപ്പോഴും കാണാറുണ്ട്, എന്നാലും കൗതുകമാണ്. കാരണം അത്രയും നല്ല 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 ഈ നമുക്ക് കാണുമ്പോ തന്നെ നല്ല കണ്ടത് നോക്കി നിന്ന് പോകുന്ന ഒരു ഇതില്ലേ, ആ ഒരു ഇതാണ് കേട്ടോ. പല പല ഷേപ്പിലും പല പല സൈസിലൊക്കെയാണ് വരുന്നത് ഇത്. പിന്നെ ഇതൊക്കെ വന്നിട്ട് ചീസ് കൊണ്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ള സ്നാക്സ് ഐറ്റംസ് ആണ് കേട്ടോ. നമ്മളുടെ നാട്ടിലെ സമൂസ പോലെ, അതുപോലെ ചോക്ലേറ്റ് ചേർത്തിട്ടുള്ള അങ്ങനെയൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ഇത് ഓരോ തരം കേക്ക്സ്, പിന്നെ പലതരം കേക്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. കപ്പലണ്ടി, മേലെ മൊത്തം കപ്പലണ്ടിയാണ് കേട്ടോ ആ കേക്കിന്റെ. ഇനിയും ഉണ്ടത്, ഞാൻ കാണിച്ചു തരാം. അപ്പോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോ ഇത് ഇപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്നത് ലവ് ഷേപ്പിൽ വരുന്ന ആ ഒരു ബോക്സ് കേക്കാണ് കേട്ടോ. ഇപ്പൊ എന്തോരം വെറൈറ്റീസ് ഓഫ് കേക്കാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇതെല്ലാം നമ്മൾക്ക് കാണുമ്പോഴും അത്രയും കൗതുകത്തോടെ നമ്മൾ നോക്കി പോകുന്ന ഒരു സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ കേട്ടോ. ഇനി ഇത് വന്നിട്ട് നമ്മുടെ അതിൻ്റെ അകത്ത് നേരത്തെ കാണിച്ചില്ലേ കപ്പലണ്ടി പോലത്തെ, ആ കപ്പലണ്ടിയാണ് ഫുള്ള് ഡെക്കറേഷൻ ആ കേക്കില്. അതുപോലെ എള്ളുണ്ട പോലത്തെ ഒരു ഐറ്റം, അതും കേക്കാണ്. ഇതെല്ലാം കേക്കാണ്. പിന്നെ ഈ ഒരു സെക്ഷനിൽ വരുമ്പോൾ നമുക്ക് ഫുള്ള് ബ്രെഡിന്റെ സെക്ഷനാണ് കേട്ടോ. ബ്രെഡ് പലതരം സ്വീറ്റ്സ് ചേർത്തിട്ടുള്ള ബ്രെഡ് ഉണ്ട്, അല്ലാതെ നോർമൽ ബ്രെഡ് ഉണ്ട്, കറുത്തത്, വെളുത്തത്, അങ്ങനെയൊക്കെ ഒരുപാട് വെറൈറ്റി ഓഫ് ബ്രെഡ് ഐറ്റംസ് ആണ് ഈ ഒരു സെക്ഷനിൽ. എടുത്താലേ തീരത്തില്ല വീഡിയോ, ബട്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു സെക്ഷനിൽ ഞാൻ വന്നിരിക്കുന്നത്, നമുക്ക് പ്രധാനപ്പെട്ട ഒരു സാധനം മേടിക്കാനുണ്ട്. ഒരു ചീസ് ക്രീം മേടിക്കണമായിരുന്നു. ഇപ്പൊ എനിക്കൊരു ടാസ്ക്, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ടാസ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ടാസ്ക് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ മേടിക്കാനാണ് ഞാൻ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇന്ന് വരാൻ കാരണം. എനിക്ക് പ്രതീക്ഷിക്കാതായിരിക്കും ചാൻസ് ഒക്കെ കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് ആരോടും എനിക്ക് മുന്നേ പറയാൻ പറ്റത്തില്ല, എനിക്ക് ആരും ഇല്ല പറയാൻ. അതുകൊണ്ട് പിന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ ഇതിന് ശേഷം ഞാൻ ലൈവും ചെയ്തായിരുന്നു അങ്ങനെ. അപ്പൊ എനിക്ക് ഒരു ക്രീമും വേണമായിരുന്നു. ആ ക്രീമും ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നേരത്തെ കാണിച്ചത് മൊത്തം ക്രീമിന്റെ സെക്ഷനാണ്. മീൻസ് കേക്ക് ഉണ്ടാക്കുന്ന ഫ്രഷ് ക്രീം, അങ്ങനത്തെ ഫുഡ് ക്രീം, അങ്ങനത്തെ ഐറ്റംസ്. ഇതെല്ലാം കുപ്പികളാണ് എൻ്റെ പൊന്നപ്പോ. ഇവിടെ പിന്നെ വിലക്കുകളില്ലല്ലോ. ഇസ്രായേലിൽ ഇപ്പൊ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒഴികെ വേറെ രാജ്യങ്ങളിൽ വിലക്കുകളില്ല. അപ്പൊ കുപ്പികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് സൂപ്പറിൽ നിന്ന് ഇറങ്ങിയപ്പം അതിനകത്ത് AC ആയിരുന്നു. പുറത്തിറങ്ങിയപ്പം ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂട് വന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഒരു കപ്പ് ഐസൊക്കെ വാങ്ങി. ഗ്ലാസ് ആണ് കേട്ടോ. ആ കുട്ടിയോട് ഞാനൊരു ചെറുത് ചോദിച്ചപ്പം അവള് വലിയ ഗ്ലാസ്സിൽ തന്നെ തന്നു, പൈസയും കുറവായിരുന്നു. അപ്പൊ അത് മേടിച്ച് അങ്ങനെ ഒരു ചെയറിൽ അവിടെ ഇരിക്കുകയായിരുന്നു ഞാന്. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാനായിട്ട്. അപ്പൊ ഇവിടെ ഇരുന്നിട്ടായിരുന്നു ഞാൻ പിന്നെ ലൈവ് ഇട്ടത് കേട്ടോ. അപ്പൊ നല്ല രസം. ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെയാണ് ഇത് കേട്ടോ. അപ്പോ നിങ്ങള് വാങ്ങിച്ച ഐസും കുടിച്ച് വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു. ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം. കണ്ടോ, ഇത് നല്ല രസമാണ് കേട്ടോ. നൈറ്റ് നല്ല സൂപ്പറാണ് വ്യൂ ഇവിടുത്തെ, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടേ. അപ്പൊ സൂപ്പറാണ്. അപ്പൊ ഞാൻ വാങ്ങിയ സാധനങ്ങളും ജസ്റ്റ് കാണിക്കാം ഇതില്. അപ്പൊ ഇതെല്ലാം ആ കുട്ടി പറഞ്ഞ ഒരു ചലഞ്ചിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ ഈ സവാളയല്ല, ക്രീമും ചീസ് ക്രീമും അതൊക്കെ. അപ്പോ അങ്ങനെയൊക്കെ. അപ്പോ എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക.
ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അവസാനം ഞാൻ ഇതിന്റെ ബില്ലും കൂടെ കണ്ടപ്പം മതിയായി, തൃപ്തിയായി. അങ്ങനെ ഞാൻ തൃപ്തിയായിട്ട് ഈ വീഡിയോ എൻഡിലോട്ട് പോവുകയാണ്. അപ്പോൾ എത്ര നേരം എന്നെ വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.